ആലപ്പുഴ ചേർത്തലയിലെ വീട്ടിൽ നിന്നും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ ആലപ്പുഴ ഐഷ തിരോധാനത്തിലും ബിന്ദു പത്മനാഭൻ തിരോധാനത്തിലും സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന സംശയത്തിലാണ് പോലീസ്. പള്ളിപ്പുറത്തു നിന്ന് ലഭിച്ച അസ്ഥികൾ ജൈനമ്മയുടേതെന്ന് അല്ലെങ്കിൽ ഐഷയുടേതാണോ എന്നും പോലീസ് പരിശോധിക്കും. ഷിനോജ് എസ് വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ഈ കേസുകളിലൊക്കെ ഈ സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്നാണോ പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത്? മോദി ഓരോ ദിവസം കഴിയുന്തോറും ഈ കേസ് വളരെ ദുരൂഹമായി ഇങ്ങനെ പോവുകയാണ്. ആദ്യം ഒരു ജൈനമ്മയുടെ തിരോധാനം, അത് കഴിഞ്ഞൊരു ബിന്ദു പത്മനാഭൻ, ഇപ്പോഴത്തെ ഐഷ. അങ്ങനെ 3 കേസുകളാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അത് ഈ നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ സെബാസ്റ്റ്യനാണ്. സെബാസ്റ്റ്യൻ ഇന്നലെ കോടതി 8 ദിവസത്തേക്ക് കസ്റ്റഡിയിലേക്ക് വിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ചേർത്തലയിലുള്ള ഒരു പണമിടപാട് സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ഈ സെബാസ്റ്റ്യന്റെ തെളിവെടുപ്പ് പൂർത്തിയായത്. പ്രധാനമായും ഈ ജൈനമേതാണെന്ന് കരുതപ്പെടുന്ന ആഭരണങ്ങൾ ഈ ചേർത്തലയിലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലും ഈ പണയം വെച്ചതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്നൊരു തെളിവെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചേർത്തല കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നത്. 2 പണമിടപാട് സ്ഥാപനങ്ങളിൽ പ്രത്യേകം തരത്തിൽ 2ആയിട്ട് ഈ ആഭരണങ്ങളൊക്കെ തന്നെ വീതം വെച്ച് പണയം വെച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഇതിലേറ്റവും 2012 മുതൽ ചേർത്തലയിൽ നിന്ന് കാണാനായിട്ടുള്ള ഐഷ എന്ന് പറയുന്ന സ്ത്രീ, അവരുടേതും തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യന്റെ പേര് പറയുന്നുണ്ട്. കാരണം അവരും ഈ ഐഷയും സെബാസ്റ്റ്യനുമായി വളരെയധികം അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ഐഷയെ കാണാതാകുന്നതിന് ശേഷം പല ഘട്ടങ്ങളിൽ പോലീസ് സെബാസ്റ്റ്യന്റെ പങ്കൊക്കെ അന്വേഷിച്ചതെങ്കിലും കാര്യമായ രീതിയിൽ തുമ്പൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഈ കേസ് നിലവിൽ അന്വേഷിക്കുന്നത് ചേർത്തല പോലീസാണ്. എന്തായാലും അതിലും നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ കേസിന് ഏറ്റവും നിർണായകമായി ലഭിച്ച ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ഈ അസ്ഥിഭാഗങ്ങളിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്നത് അത് ജൈനമ്മയുടേതാണ് എന്നൊരു നിഗമനമായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിലവിലെ ക്രൈംബ്രാഞ്ചിന്റെ സംശയം എന്ന് പറയുന്നത് അതിലെ ഒരു പല്ലിലെ ഒരു ക്യാപ്പാണ്. കാരണം ജൈനമ്മയ്ക്കോ ബിന്ദു പത്മനാഭനോ പല്ലിൽ ഇത്തരത്തിലൊരു ക്യാപ്പ്, കൃത്രിമമായി വെച്ച ഒരു പല്ലിലെ ക്യാപ്പ് ഈ 2 സ്ത്രീകൾക്കും ഇല്ലായിരുന്നു. അങ്ങനെ വച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു പല്ലുള്ളത് നിലവിൽ ഐഷയ്ക്ക് മാത്രമാണ്. അതിനാൽ തന്നെ ഈ നിലവിലെ അസ്ഥിഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ജൈനമ്മയുടെ സഹോദരിയുടെയും DNA സാമ്പിൾ ഉൾപ്പെടെ പരിശോധിച്ച് ഇത്തരത്തിൽ പരിശോധിക്കാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്ഥിരീകരണം ഈ അസ്ഥിഭാഗങ്ങൾ ജൈനമ്മയുടേതല്ലെങ്കിൽ അത് ഒരുപക്ഷെ ഐഷയുടേതാകാനുള്ള സാധ്യതയാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് മുന്നിൽ കാണുന്നത്. ഈ കേസ് കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുകയാണ്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. വിശദവിവരങ്ങളാണ് ഷിനോജ് എസ് പങ്കുവച്ചത്.